ബിഗ് ബോസ് ദ്വാരക്കണേ. പ്രിയപ്പെട്ട ഉമ്മയുടെ ആഗ്രഹം സഫലീകരിച്ച് കിട്ടാൻ വേണ്ടി നിങ്ങളെല്ലാവരും ദ്വാരക്കണേ. ആഗ്രഹം എന്താണെന്ന് അറിയോ? ബിഗ് ബോസിൽ പോയ നമ്മുടെ അക്ബർ ഉണ്ടല്ലോ, അക്ബർ വിജയശ്രീ ലാളിതനായി കപ്പടിച്ച് വരാൻ വേണ്ടി നിങ്ങളെല്ലാവരും ദ്വാരക്കണമെന്നാണ് ഉമ്മ നമ്മളോട് വസീയത്തിയത്. ഞാനൊക്കെ എൻ്റെ പള്ളിയിലെ ഖത്തീബിനോട് വിളിച്ചവരെ പറഞ്ഞു, അടുത്ത വെള്ളിയാഴ്ച ജുമാക്ക് പ്രത്യേകം പറഞ്ഞു ദ്വാരക്കണം. കാരണം അത്രയും ജനങ്ങൾക്ക് ഗുണം കിട്ടുന്ന ഒരു കാര്യമാണ്. ഈ നാടിനും നാട്ടുകാർക്കൊക്കെ ആ കപ്പടിച്ച് വന്നാൽ അടുത്ത വർഷം മുതൽ റമദാന് 2.5% സക്കാത്ത് കിട്ടും അക്ബറിൻ്റെ വക. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ, നിങ്ങളെ പരിഹസിക്കാനും ആക്ഷേപിക്കാനും ഉദ്ദേശിച്ച് പറയില്ല. നിങ്ങളൊക്കെ മനസ്സിലാക്കേണ്ടത്, എന്തെങ്കിലും എൻ്റെ ഈ ഒരു വീഡിയോകൾ കാണാൻ നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം, ആദരവായി നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞൊരു വാക്ക് എത്ര വലിയ വാസ്തവമാണ്. മുസ്ലിം ഉമ്മത്തിന് മറ്റു പല ദുരന്തങ്ങളും വന്ന് ഭവിക്കുന്നതിനേക്കാൾ ഞാൻ ഭയപ്പെടുന്ന, ആശങ്കപ്പെടുന്നത് സഹറത്തു ദുനിയ, ദുനിയാവിൻ്റെ അലങ്കാരം, അള്ളാഹു പണാധിക്യം, സമ്പത്തിനുള്ള മോഹം, ആ പണത്തോടുള്ള ആഗ്രഹങ്ങൾ, അതിൻ്റെ കവാടങ്ങൾ അള്ളാഹു താൻ തുറന്നു കൊടുക്കും. അങ്ങനെ തുറന്നു കൊടുത്താൽ എന്താ സംഭവിക്കുക എന്നറിയാം? പിന്നെ അവർക്ക് അള്ളയും റസൂലൊന്നും ഇല്ല. അവർക്ക് ഉടയ നമ്പുരാൻ പണം മാത്രമാണ്. ഏത് ഹറാമും അവർക്ക് ഹലാലായി മാറും. എല്ലാ ഹറാമും, ആ ഹറാമെന്ന വാക്ക് പോലും അവർക്ക് പ്രയോഗത്തിലില്ല, ഹലാല് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ തന്നെ ഉമ്മ ആലോചിച്ച് നോക്കിയേ, അക്ബർ അതിനകത്ത് പങ്കെടുത്ത അക്ബറിൻ്റെ ഇഷ്ടം, ഉമ്മാടെ മകൻ, ഉമ്മാടെ താല്പര്യം, ഉമ്മക്ക് ഇതൊക്കെ പറയും, ഉമ്മാടെ അവകാശമാണ്. പക്ഷെ ഉമ്മ അടക്കമുള്ള ഒരു ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇന്ന് ഓരോ കേരളത്തിലെ ഓരോ രക്ഷകർത്താക്കളും ഭയത്തോടുകൂടി കാണുന്നൊരു സംഗതിയാണ്, തൻ്റെ മക്കൾ കല്യാണം കഴിച്ച് കുടുംബത്തോടൊപ്പം ജീവിച്ച് അവരിൽ നിന്ന് പ്രത്യുൽപാദനം വഴി മക്കളുണ്ടായി അവരെ കളിപ്പിക്കാനൊക്കെ ആഗ്രഹം. ലെസ്ബിയൻ വിവാഹം എന്ന ഏറ്റവും തെറ്റായ, പ്രകൃതി വിരുദ്ധമായ, മനുഷ്യൻ്റെ മാനവിക മൂല്യങ്ങൾക്ക് തീർച്ചയായും എതിരായിട്ടുള്ള, മനുഷ്യകുലത്തിന് അപമാനമായി മാറി ഇത്തരം സംഗതികളിലേക്ക് പോകുന്ന മക്കളെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിൽ, അത്തരം ആളുകളെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നു. എന്തിനു വേണ്ടിയാണ്? നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടൻ്റെ അല്ലെങ്കിൽ അതിലെ സംഘാടകരെ തൃപ്തിക്ക് വേണ്ടി, ഒരു കപ്പടിക്കാൻ വേണ്ടി. അങ്ങനെ ആ പരിപാടിയിലേക്ക് പോയ മകനെ എല്ലാ നിലക്കും പ്രോത്സാഹിപ്പിക്കുന്ന നിങ്ങളുടെ വേഷവിധാനമൊക്കെ കാണുമ്പോൾ നമ്മൾ നിങ്ങളുടെ വായിൽ നിന്നാണല്ലോ ഇതൊക്കെ വരുന്നതെന്നായിരിക്കുമ്പോൾ, ദീനിയായ കുടുംബങ്ങളിൽ നിന്നാണ് ഇതൊക്കെ വരുന്നാലിരിക്കുമ്പോൾ നിങ്ങളൊക്കെ വഞ്ചിക്കപ്പെടുന്നതിനെതിരെയാണ്, അല്ലെങ്കിൽ നിങ്ങൾ വഞ്ചിക്കപ്പെടുന്നതിനെ ഒരു ജാഗ്രതാപൂർവ്വം കാണണമെന്ന് പറഞ്ഞുതരാൻ വേണ്ടി വന്നതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട ഉമ്മ, നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളുടെ തേട്ടമൊന്നും വേണ്ടെന്ന് പറയുന്നത് നിങ്ങളുടെ ചോയ്സാണ്. പക്ഷേ ഒരു യഥാർത്ഥ മുസ്ലിമായ മുഅ്മിനായ മനുഷ്യൻ പ്രാർത്ഥിക്കേണ്ടത് ഹൈറായ ഹലാലായ കാര്യത്തിന് വേണ്ടിയാണ്. ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ യാതൊരുവിധ ഗുണവുമില്ലാത്ത കുറേ ആളുകളുടെ അരങ്ങേറ്റം മാത്രമാണ്. അവരൊക്കെ അവരുടെ ഭൂതകാലത്തിൽ അതിന് ശേഷമോ ഈ സമൂഹത്തിന് ഏതെങ്കിലും തരത്തിലുള്ള ഗുണം, ഇപ്പം അഖിൽമാരാറിനെ പോലുള്ള കുറച്ച് ആളുകൾ, ഒറ്റപ്പെട്ട 1-2 പേര് അല്ലാതെ ഞാൻ നോക്കിയെടുത്തോളം സമൂഹത്തിന് എന്ത് തരത്തിലുള്ള സന്ദേശം കൊടുത്തവരാണ് ഇതിൻ്റെ ഭാഗമായി വരുന്നത്? മനുഷ്യന് ഒരു തരത്തിലുള്ള ഉപകാരമില്ലാത്ത ഒരു പരിപാടിയിൽ പോയി അതിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് അതിൻ്റെ കപ്പടിക്കാൻ വേണ്ടി മത്സരിക്കുന്ന, വിൻ ചെയ്യാൻ വേണ്ടി മത്സരിക്കും